കോൺസെപ്റ്റ് സയൻസ് സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാമായ ഇൻസ്പയർ 2020യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രശാന്ത്, ഫിസിക്സാണ് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകൾ അടിസ്ഥാനപ്പെടുത്തി ആ ബേസിക് കോൺസെപ്റ്റുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് വെച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നായിരിക്കും, നിങ്ങൾക്ക് അയച്ചു തരുന്ന ക്വസ്റ്റ്യനിൽ 10 സെൻറ്റിമീറ്റർ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതേപോലെ അത് സോൾവ് ചെയ്യണം. നിങ്ങൾ സോൾവ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഇവാലുവേഷൻ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പം ഇവിടെ ബേസിക്സ് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ അയച്ചു തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് വഴിയോ അല്ലാത്ത രീതിയിലോ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിൽ. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തത്, വർക്ക് ഡൺ റെപ്രസെൻറ്റ്സ്, അവിടുത്തെ ഫസ്റ്റ് കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. വർക്ക് ഓൾവേസ് റെപ്രസെൻറ്റ്സ് എനർജി ട്രാൻസ്ഫർ. വർക്ക് ഓൾവേസ് റെപ്രസെൻറ്റ്സ് എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എപ്പോഴൊരു വർക്ക് സംഭവിക്കുന്നോ അന്നേരം എനർജി ഒരു ഒബ്ജക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് വർക്ക് റെപ്രസെൻറ്റ്സ് എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സിമ്പിൾ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നമ്മൾ ഈ അമ്പും വില്ലും ഇല്ലേ, ബോ ആൻഡ് ആരോ. അപ്പോൾ അമ്പെടുത്ത് വില്ലിൽ ആ സ്ട്രിങ്ങിൽ നമ്മൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രിങ്ങിൽ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സും അപ്ലൈ ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റുമായി. അപ്പോൾ ഇവിടെ വർക്കായി. ആ വർക്ക് കൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി ഞാൻ ഈ അമ്പ് റിലീസ് ചെയ്യുമ്പോൾ, വിരലിങ്ങനെ മാറ്റുമ്പോൾ ഈ സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്ത എനർജി അതെന്തായി മാറുകയാണ്? ആ അമ്പിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോഴാണ് അമ്പ് മുന്നോട്ടേക്ക് കുതിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പും വില്ലും സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്ട്രിങ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഓഫ് ദി ആരോ. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക് റെപ്രസെൻറ്റ്സ് എനർജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. ഇനി അതിനകത്ത് ബേസിക് ആയിട്ടുള്ള അടുത്ത റിലേഷൻ അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ്, ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, F ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഇവിടെ വരെ എത്തുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആയി. സപ്പോസ് DS ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു എന്ന് വിചാരിക്കുക, ഈ ഡയറക്ഷനിലേക്ക്. ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. P1 പൊസിഷനിൽ നിന്നും P2 പൊസിഷൻ എത്തുന്നത് വരെയും ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 ന്യൂട്ടൺ ആണെങ്കിൽ നമ്മൾ പറയും ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഫോഴ്സാന്ന് പറയും. കാരണം ഒരു വ്യത്യാസവും വന്നിട്ടില്ല. P1 മുതൽ P2 വരെയുള്ള യാത്രയിൽ DS ഡിസ്റ്റൻസ് അല്ലെങ്കിൽ DS ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്ന ആ ഡ്യൂറേഷൻ ഫുള്ളും ഇതേ ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളതിന് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയും. കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഡൺ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു F ഡോട്ട് DS. വെക്ടർ രൂപത്തിലാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. വർക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, കാരണം ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും ഇത് തന്നെയാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു F ഡോട്ട് DS. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതാറുണ്ട്, F ഇൻറ്റു DS ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ എങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ഒബ്ജക്റ്റ് എങ്ങോട്ട് പോകുന്നു, ഇത് തമ്മിൽ ആംഗിൾ. ഇപ്പോൾ ഈ കേസിൽ, നമ്മുടെ കേസിൽ തീറ്റ 0 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇവിടെ തീറ്റ 0 ഡിഗ്രി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് 0യുടെ വാല്യൂ 1. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് DS എന്ന് കിട്ടും. അപ്പോൾ അത് ജനറൽ തിയറിയാണ്, F ഇൻറ്റു DS ഇൻറ്റു കോസ് തീറ്റ. ചില ബുക്കുകളിൽ ഇങ്ങനെ എഴുതാറുണ്ട്, W ഈസ് ഈക്വൽ ടു F ഡോട്ട് DX. എങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെ, കാരണം ഇവിടെ DX ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം.
വേണമെങ്കിൽ നിങ്ങൾക്ക് dy എന്ന് എഴുതാം, dz എന്ന് എഴുതാം. ഏത് വേരിയബിൾ വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എന്താണെങ്കിലും ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ഇത് കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു കാറ്റഗറി വരുന്ന വേരിയബിൾ ഫോഴ്സ് ആണ്. അപ്പൊ കിണറ്റിൽ നമ്മൾ വെള്ളം കോരുന്നു. അപ്പോൾ താഴെ കിണറിന്റെ വെള്ളത്തിന്റെ സർഫസിൽ നിന്നും ടോപ്പിൽ വരെ വരുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരും തോറും ബക്കറ്റ് മേലേക്ക് വരുന്നതോറും നമുക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ബക്കറ്റ് ബോട്ടം എൻഡിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനേക്കാൾ കൂടുതൽ ശക്തി കൊടുക്കേണ്ടി വരും അതങ്ങ് മേലേക്ക് പിന്നെയും കയറി വരാനായിട്ട്. അപ്പോൾ അത് വേരിയബിൾ ഫോഴ്സിന്റെ ആപ്ലിക്കേഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 to x2. ഈ x1 x2 എന്നൊക്കെ തുടങ്ങുന്ന എല്ലാവർക്കും അറിയാം. x1 സ്റ്റാർട്ടിംഗ് പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്, x2 ഫൈനൽ പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. f of x ഡോട്ട് dx, ഇതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഫ് ഓഫ് എക്സ് എന്നിട്ടത്? നേരത്തെ ഞാനിവിടെ എഫ് എന്നേ ഇട്ടുള്ളൂ, കാരണം ഫോഴ്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്നിടാൻ കാരണം ഫോഴ്സ് ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കാനാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ വേരിയബിൾ ആണ്. കാരണം എക്സിന് 1 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ ആയിരിക്കും, എക്സിന് 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2 അത് വേറൊരു വാല്യൂ, എക്സിന് 3 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 3 അത് വേറൊരു വാല്യൂ. അതായത് ഓരോ പൊസിഷൻ അനുസരിച്ച് ഇവിടെ x1 x2 എന്നൊക്കെ ഉദ്ദേശിക്കുന്ന പൊസിഷനാണ്, സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഫൈനൽ പൊസിഷൻ. അപ്പോൾ x1 തൊട്ട് x2 വരെയുള്ള യാത്രയിൽ ഓരോ സ്ഥലത്തും ഓരോ പൊസിഷനിലും ഓരോ വാല്യൂ ആണെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് എഫ് ഓഫ് എക്സ് എന്ന് ഇട്ട് കൊടുത്തത്, എഫ് ഓഫ് എക്സ് ഡോട്ട് ഡി എക്സ്. പിന്നെ ബുക്കുകളിൽ എഴുതി വരുമ്പോൾ പലരും ഈ എഫ് ഓഫ് എക്സ് എന്ന് കാണിക്കാറില്ല, ഇങ്ങനെ തന്നെ എഴുതും, ഇൻ്റഗ്രൽ x1 to x2 എഫ് ഡോട്ട് ഡി എക്സ് എന്ന് തന്നെ എഴുതും. ചിലർ ഇങ്ങനെ ഒരു സഫിക്സ് കൊടുക്കാറുണ്ട്, എഫ് എക്സ് എന്നും കൊടുക്കാറുണ്ട്. ഇത് രണ്ട് കറക്റ്റ് തന്നെ, ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എഫ് ഡിപ്പെൻഡൻ്റ് ആണെന്നാണ്, അതായത് സാഹചര്യം അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് മാറുന്ന ഫോഴ്സ്, അതാണ് വേരിയബിൾ ഫോഴ്സ്. അത് നമ്മൾ മാത്തമാറ്റിക്കലി നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതി കഴിഞ്ഞാലും വേരിയബിൾ ഫോഴ്സ് വന്നാൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ രൂപത്തിൽ, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുക. അതേസമയം കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ ഒന്നും വേണ്ട, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, എഫ് ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റ, ആ രീതിയിൽ കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് വ്യത്യാസം. ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് വേരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫോഴ്സ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും എൻട്രൻസ് പരീക്ഷയ്ക്ക് വൈ ആക്സിസിൽ ഫോഴ്സും എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് ഗ്രാഫുകൾ തരാറുണ്ട്, എന്നിട്ട് അവർ വർക്ക് ഡൺ ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത് ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ഗ്രാഫ് തന്നിട്ട് അവർ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ, ഇത് കണ്ടാൽ തന്നെ അറിയാം എക്സിനനുസരിച്ച് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല, ആദ്യം കൂടുന്നു പിന്നെ കോൺസ്റ്റന്റായി നിൽക്കുന്നു, കുറയുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരണം വേരിയബിൾ ഫോഴ്സാണ്. അപ്പോൾ വേരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഈസ് ഈക്വൽ ടു ഫൈൻഡിങ് ഏരിയ എന്ന കോൺസെപ്റ്റ് നമ്മൾ സങ്കല്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ടുള്ള ഗ്രാഫ് എക്സാമിന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ ഏരിയ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ x ഈക്വൽ ടു 0, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6 ആണെന്ന് വിചാരിക്കുക, ഇവിടെ 2 ആണെന്ന് വിചാരിക്കുക, തന്നിരിക്കുന്ന കാര്യം 2 ന്യൂട്ടൺ. ഇതിൻ്റെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഏതോ ഒരു സിറ്റുവേഷനിൽ ഏതോ ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്ത ഫോഴ്സും അതിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റുമായി കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഏരിയ A1, ഇത് A2, ഇത് A3. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു എന്താ, A1 നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന. ഹാഫ് ഓഫ് ബേസ്, ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 2 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്, 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 2. ഇവിടെ ഞാൻ യൂണിറ്റ് ഇട്ടിട്ടില്ല, അത് വല്ല സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം, മീറ്റർ ആയിക്കോട്ടെ, മീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാം 2 മീറ്റർ സ്ക്വയർ എഴുതാം. ഫോഴ്സ് ന്യൂട്ടനിലാണെന്ന് അസ്യൂം ചെയ്യണം. എല്ലാം SI യിലേക്ക് കൺവേർട്ട് ചെയ്തു ഞാൻ. ഇനി A2 ആണെങ്കിലോ ഏരിയ
ഇതൊരു റെക്റ്റാങ്കിൾ പോലെ ആയിരിക്കുന്നത്. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 to 4 എത്രയാണ്? 2 തന്നെയാണ്. ഇൻറ്റു ഈ വിട്ടാണ് ഞാൻ പറഞ്ഞത് 2 അല്ലേ, ഇവിടെ 2 ഇവിടെ 4, അപ്പം 2 ആണ്. അപ്പം 2 ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതും 2 തന്നെയാണ്. അപ്പോൾ എത്രയാണ്? 4 മീറ്റർ സ്ക്വയർ ആണ്. ഇനി മൂന്നാമതോ അതൊരു ട്രയാങ്കിളാണ്. അപ്പോൾ A3 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2, കാരണം 4ഉം 6ഉം. അപ്പോൾ ഈ വിട്ട് 2, അതിൻ്റെ ഹാഫ് ഇൻറ്റു 2 പ്ലസ് ഈ ഹൈറ്റ് എത്രയാണ്? 2. സോ വി ഗെറ്റ് 2 മീറ്റർ സ്ക്വയർ. പിന്നെ ടോട്ടൽ വർക്ക് ഡൺ കിട്ടാൻ ഈ ഏരിയ എല്ലാം കൂടെ സം ചെയ്യണം. അപ്പോൾ A1 ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതുക A1 പ്ലസ് A2 പ്ലസ്, അതിപ്പോൾ നോക്കാൻ അറിയാൻ പറ്റും. 4 + 2 + 2 8. സോ വർക്ക് ഡൺ ഇൻ ദിസ് എക്സാമ്പിൾ ഈസ് ഈക്വൽ ടു 8 meters. 8 meters. ഇതാണ് സാധാരണ നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു മോഡൽ. ഗ്രാഫ് തരും, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് തന്നിട്ട് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് വർക്ക് കൈനറ്റിക് എനർജി തിയറമാണ്. വർക്ക് കൈനറ്റിക് എനർജി തിയറം പറയുന്ന ഇത്രയേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫിസിക്സിലെ എൻ്റെ ഫിസിക്സ് സിലബസിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫിസിക്സിൽ. ഫസ്റ്റ് ഇയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇത്. മാത്രമേ ഫസ്റ്റ് ഇയറിൽ മാത്രമല്ല, സെക്കൻഡ് ഇയറിലും വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഈ കോൺസെപ്റ്റ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നു, ഒരുപാട് ചാപ്റ്റേഴ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിൽ, സപ്പോസ് there is an object M of mass M. ഈ ഒബ്ജക്റ്റിലേക്ക് ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. പല ടൈപ്പ് ഫോഴ്സസ്. ഇവിടെ ടൈപ്പ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ്. അപ്പോൾ ഒരുപാട് കൺസർവേറ്റീവ് ഫോഴ്സസ് ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. പിന്നെ ഇലാസ്റ്റിക് ഫോഴ്സാണ്, എല്ലാവർക്കും അറിയാവുന്നത്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സിൽ വരുന്നതാണ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താ? പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് വർക്ക് ഡൺ ഇൻ മൂവിങ് ആൻ ഒബ്ജക്ട് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്. അതായത് ഒരു ഒബ്ജക്റ്റിനെ ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന വർക്ക് ഡൺ കൺസർവേറ്റീവ് ഫോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഏത് വഴി കൊണ്ടുപോയാലും വർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇതുവഴി കൊണ്ടുപോയാലും ഇങ്ങനെ കൊണ്ടുപോയാലും ഒക്കെ വർക്ക് ഡൺ വിൽ ബി സെയിം ആയിരിക്കും. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഇതുവഴി കൊണ്ടുപോകുമ്പോഴുള്ള വർക്ക് ഡൺ ചിലപ്പോൾ 10 ജൂൾ ആയിരിക്കും. വേറൊരു വഴി അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കുള്ള വർക്ക് ഡൺ ചിലപ്പോൾ 20 ജൂൾസ് ആണ്. അതായത് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് അവർ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അതിൻ്റെ എക്സാമ്പിൾ ഫ്രിക്ഷൻ ആണ്, എല്ലാവർക്കും അറിയാം. ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ്, വിസ്കസ് ഫോഴ്സ്, ഇതെല്ലാം നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ഇനി നമുക്ക് ഈ കാറ്റഗറിയിൽ പെടാത്ത ഫോഴ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇതിപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻറ്റ്, ഇത് പാത്ത് ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്. ഇനി ഇതൊന്നും അല്ലാത്ത വേറെ കാറ്റഗറി ഫോഴ്സും വരാം. അപ്പോൾ നമുക്ക് എഫ് അതേഴ്സ് എന്ന് പേരിടാം, എഫ് അതേഴ്സ്. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ഫോഴ്സസ് ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഫലമായിട്ട് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. ഈ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആർബിട്രറി ആയിട്ടൊരു പാത്ത് കാണിക്കുകയാണ്, ഇങ്ങനെ പോകുന്നു, ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് പോകുകയെന്ന് വിചാരിക്കുക. അപ്പോൾ വർക്ക് കൈനറ്റിക് എനർജി തിയറം പറയുന്ന പോയിന്റ് ഇതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ 2 പോയിന്റ്സ്, ഇതിൻ്റെ യാത്രയിലെ 2 ലൊക്കേഷൻ എടുക്കുകയാണ്. P1 എന്ന് പറയുന്ന ലൊക്കേഷനും P2 എന്ന് പറയുന്ന ലൊക്കേഷനും എടുക്കുകയാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ മൂവ് ചെയ്താൽ പോകുന്നത്. ഇത് ആർബിട്രറി ആയിട്ട് കാണിച്ചിരിക്കുന്നത്, എങ്ങനെ വേണമെങ്കിലും മൂവ്മെൻറ്റ് സംഭവിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ പാത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ടൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അതിനിടയ്ക്കുള്ള 2 പോയിന്റ്സ്, 2 ലൊക്കേഷൻസ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്, P1 ഉം P2. അപ്പോൾ വർക്ക് കൈനറ്റിക് എനർജി തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ഓൾ ദീസ് ഫോഴ്സസ് ഓൺ ദിസ് ഒബ്ജക്റ്റ്. കാരണം ഇദ്ദേഹം മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫോഴ്സും ഉണ്ട്, മൂവ്മെൻറ്റും ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ വർക്ക് ഡൺ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ഫോഴ്സസിൻ്റെയും പ്രവർത്തനം കാരണം ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ബൈ ഓൾ ദീസ് ഫോഴ്സസ്. ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാ? വർക്ക് ഡൺ ബൈ
നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്, വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ട്, വർക്ക് ഡൺ ബൈ അതർ ഫോഴ്സസ്. നമുക്ക് പേരറിയാത്ത കുറേ ടൈപ്പ് ഓഫ് ഫോഴ്സസ്. ടോട്ടൽ വർക്ക് ഡൺ ബൈ ഓൾ ദീസ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമ്മൾ സാധാരണ എഴുതുന്ന ഡെൽറ്റ കെ എന്നാണ്. അല്ലെങ്കിൽ എൻ്റെ ഈ എക്സാമ്പിൾ വെച്ച് P1ഉം P2ഉം വെച്ചിട്ട് ആ രണ്ട് ലൊക്കേഷൻ പറയുന്നതെങ്കിൽ എനിക്ക് K2 മൈനസ് K1 എന്ന് എഴുതാം. ഇതാണ് വർക്ക് കൈനറ്റിക് എനർജി തിയറം. ദ നെറ്റ് വർക്ക് ഡൺ ബൈ ഓൾ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലൊക്കേഷൻ എടുത്തത്. P2ലെ കൈനറ്റിക് എനർജിയാണ് K2, P1ൽ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജിയാണ് K1. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ K2 മൈനസ് K1 അല്ലെങ്കിൽ ഡെൽറ്റ കെ എന്നുള്ളത്. ഇതാണ് വർക്ക് കൈനറ്റിക് എനർജി തിയറം എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേരിയേഷൻ അല്ല, ചെറിയൊരു മോഡിഫിക്കേഷൻ, ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയും. അതായത് ഒരു ഒബ്ജക്റ്റിൽ ഇപ്പം ഞാൻ പറഞ്ഞത് 3 ടൈപ്പ് ഫോഴ്സസ്, പല കാറ്റഗറി ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ്. ഇനി ഞാൻ പറയുകയാണ് ഇതിൽ കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഒരു ഒബ്ജക്റ്റിൽ കൺസർവേറ്റീവ് ടൈപ്പ് ഫോഴ്സസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്, അങ്ങനെ പല ടൈപ്പ് കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഫോഴ്സും അതിൽ ആക്ട് ചെയ്യുന്നില്ല. ആ കേസിൽ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഈ തിയറി പറയാം, ഈ കോൺസെപ്റ്റ് പറയാം, വർക്ക് കൈനറ്റിക് എനർജി തിയറം പറയാം. ഇവിടെ ഇതേപോലെ ഇങ്ങനെ എഴുതാം, ഇത് P1, ഇത് P2 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയും ആ ഡെഫിനിഷൻ അതേപോലെ എഴുതാം. എങ്ങനെയാണ് നമ്മൾ എഴുതുക? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്, കാരണം ഇവിടെ വർക്ക് ചെയ്യാൻ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്, ഇവിടെ ബാക്കി ഒരു ടൈപ്പ് ഫോഴ്സും ഇല്ല. അപ്പോൾ നമുക്ക് എഴുതാം വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി K2 മൈനസ് K1 അല്ലെങ്കിൽ ഡെൽറ്റ കെ എന്ന് എഴുതാം. ഇനി വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതേ ചാപ്റ്ററിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട റിലേഷൻ ഉണ്ട്. അതിന് വർക്ക് പൊട്ടൻഷ്യൽ എനർജി തിയറം എന്നാണ് പറയുന്നത്. അതിലിങ്ങനെ പറയുന്ന വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് വർക്ക് പൊട്ടൻഷ്യൽ എനർജി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ WC ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് UF മൈനസ് UI. UF മൈനസ് UI. UF എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി, UI എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്, വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് U2 മൈനസ് U1. ഇങ്ങനെ എഴുതാം. ഇതെല്ലാം ഒരേ കോൺസെപ്റ്റ്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്ത വർക്കിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, മൈനസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ എന്ന് കിട്ടും. എ വെരി 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 ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. മൈനസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. ഇതെല്ലാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റിലേഷൻസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കെ. ബുക്കുകളിലൊക്കെ ഇത് പല രീതിയിൽ പറയാറുണ്ട്. ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയും. തിരിച്ചും പറയാറുണ്ട്, ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ലോസ് ഇൻ കൈനറ്റിക് എനർജി. ഇതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഈ റിലേഷൻ വെച്ചിട്ടാണ് ഈ ചാപ്റ്ററിനകത്ത്. ഇപ്പോൾ ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു, ഇതിനൊക്കെ ബുക്കുകളിൽ ഇങ്ങനെ പറയുന്നത്. ഇവിടെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കെ എന്നല്ലേ. അതായത് ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ലോസ് ഇൻ കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ തിരിച്ച് പറയാം, മൈനസ് ഇപ്പുറത്തേക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഹൈറ്റിൽ നിൽക്കുമ്പോൾ ബോളിന് എന്തുണ്ട്? mgh പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നേരെ താഴേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരിക, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരിക. പക്ഷേ ബോൾ താഴേക്ക് വരുന്നതോടെ അതിൻ്റെ സ്പീഡ് കൂടുകയല്ലേ, അപ്പോൾ കൈനറ്റിക് എനർജി കൂടുകയല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചിന്തിക്കാം ഈ റിലേഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. If an object or system is acted upon by only conservative forces, then change in kinetic energy plus change in potential energy between any two points along its path of motion will be always equal to
0. ഇനി അല്ലാതെ വേറെ രീതിയിൽ ഇത് പറയാറുണ്ട്. ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ പറഞ്ഞത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? K2 മൈനസ് K1 പ്ലസ് U2 മൈനസ് U1 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം K1 പ്ലസ് U1 ഈസ് ഈക്വൽ ടു K2 പ്ലസ് U2. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി. അപ്പം നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിന് പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി ഓഫ് ദി സിസ്റ്റം. അപ്പൊ K1 പ്ലസ് U1 ഈസ് ഈക്വൽ ടു K2 പ്ലസ് U2. എന്താ K1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി. എന്താ U1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. അതേപോലെ K2 U2. അപ്പൊ K1 പ്ലസ് U1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് ദിസ് പോയിന്റ് ആണ്. ഇവിടെയോ K2 പ്ലസ് U2 എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് ദ പോയിന്റ് P2 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നിൽക്കുമ്പോഴുള്ള ടോട്ടൽ എനർജി ഈക്വൽ ടു ഇവിടെ നിൽക്കുമ്പോഴുള്ള ടോട്ടൽ എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് എല്ലാ പോയിന്റിനും ആപ്ലിക്കബിൾ ആണ്. അതാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയും. ടോട്ടൽ മെക്കാനിക്കൽ എനർജി അതെടുത്ത് പറയണം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. K പ്ലസ് U ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതായത് ഒരു സിസ്റ്റത്തിൽ കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്തിലെ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും അവിടെയെല്ലാം ടോട്ടൽ എനർജി സെയിം ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. K പ്ലസ് U ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി ഒരു സിസ്റ്റത്തിൽ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമല്ല മറ്റ് ഫോഴ്സസും ഉണ്ടെങ്കിൽ ഈ റിലേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. WC പ്ലസ് WNC പ്ലസ് W others ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ. ഇതും നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. WC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മൈനസ് ഡെൽറ്റ യു ആണ്. വർക്ക് പൊട്ടൻഷ്യൽ എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ WC ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ റിലേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു WNC പ്ലസ് W others. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. ഒരു സിസ്റ്റത്തിൽ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂവെങ്കിൽ ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 ആണ്. സിസ്റ്റത്തിൽ മറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നെങ്കിൽ ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഓൾ അതർ ഫോഴ്സസ്. അതിൽ കൺസർവേറ്റീവ് വരാം, നമുക്ക് പേരറിഞ്ഞൂടാത്ത ടൈപ്പ് ഫോഴ്സ് വരാം, എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്.